ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. എന്താ അറിയില്ല, മൈക്ക് ഞാൻ കുത്തിയതായിരുന്നു, പക്ഷേ വർക്ക് ചെയ്യുന്നില്ല, പൊട്ടും സൗണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇടേണ്ട ഒരു ആവശ്യം വന്നത്. എന്താണെന്നറിയില്ല, മൈക്ക് ഞാൻ അമർത്തി കുത്തിയില്ല തോന്നുന്നു. ഞാൻ ഇന്നലെ തിരക്കിലാണ്ട് ഒരു വീഡിയോ പ്ലാൻ ചെയ്തായിരുന്നു. അതായത് പെട്ടെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത് നാളത്തേക്ക് നമുക്ക് ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം അങ്ങനെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് മൈക്ക് ഞാൻ കംപ്ലീറ്റ്ലി അങ്ങോട്ട് അമർത്തി കുത്താൻ മറന്നു വെച്ചാൽ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മെയിൻ ചാനലൊക്കെ കുത്തുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, പക്ഷെ എന്തോ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് മൈക്ക് ഒട്ടും വർക്ക് ചെയ്തില്ല. അതുകൊണ്ടാണ് വോയിസ് ഇടേണ്ട ആവശ്യം വന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഫർണിച്ചർ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യുന്ന വീഡിയോ. ഇന്നലെയല്ല, മെനിയാന്ന് കേട്ടോ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വളരെ വളരെ ബാഡ് കമൻറ്റാണ് ഇടുന്നത്. അപ്പോൾ ഒരു ഗേൾ ഭയങ്കരമായിട്ട് ബാഡ് കമൻറ്റ് ഇട്ടു. അപ്പോൾ ആ ഗേളിൻ്റെ പേര് ഞാൻ എടുത്ത് പറയില്ല, ആ ഗേളിൻ്റെ നമ്പർ ID ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ആ ഗേളിന് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആർക്കറിയാം ഗേളാണോ ഇനി ബോയ് ആണോ അതോ ഫേക്ക് ID ആണോ ഒന്നും അറിയില്ല. അപ്പം ഒരു ഗേളിൻ്റെ ഒരു ID വെച്ചിട്ടാണ് വളരെ ബാഡ് കമൻറ്റ്സ് ഇടാം. നന്നായിട്ടില്ലെങ്കിലാണ് അത് ബാഡ് കമൻ്റ് അല്ല, അത് അവനവൻ്റെ അഭിപ്രായമാണ് നന്നായിട്ടില്ല എന്ന്. പക്ഷേ വളരെ രീതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ റിപ്ലൈ തരുമെന്ന് വിചാരിച്ചാൽ ആരും നെഗറ്റീവ് കമൻറ്റ്സ് ഇടണ്ട കേട്ടോ. ഞാൻ ഞങ്ങളോട് പറയണം, എൻ്റെ റിപ്ലൈക്ക് കിട്ടുക വിചാരിച്ചിട്ട് ആരും നെഗറ്റീവ് കമൻറ്റ്സ് ഇടണ്ട. കാരണം അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫേക്ക് IDകളിൽ നിന്നാണ് അധികം നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. അപ്പോൾ അവരോടൊന്നും അധികം സംസാരിച്ച് കാര്യമില്ല. അപ്പോൾ ഞാൻ അതവിടെ നിൽക്കട്ടെ. ഞാൻ വന്ന കാര്യം പറയാം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു നാളികേരം കംപ്ലീറ്റ്ലി ചിരകിയിട്ട് അടിപൊളിയായിട്ട് പുട്ടും അതേപോലെ തന്നെ ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ. പുട്ടുണ്ടാക്കുന്ന വീഡിയോ. പുട്ടുണ്ടാക്കാൻ വളരെ സിമ്പിളാണല്ലേ, പ്രത്യേകിച്ച് എന്ത് ജോലിയല്ലുള്ളൂ. അപ്പം എന്താ പറയുക, ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ പുട്ടും കൂടി ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടി വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെയാണ്. സോ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്തതെങ്കിൽ എൻ്റെ പേര് അഞ്ജിത നായർ. എൻ്റെ സെക്കൻഡ് ചാനലാണിത്. ബ്യൂട്ടി ടിപ്സ് തന്ന അതേ സപ്പോർട്ടും പ്രാർത്ഥന ഇതിൽ തരണം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കാണാം, കുഞ്ഞ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാൻ കൂടി ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുടക്കാതെ നിങ്ങളിലേക്ക് എത്തുള്ളൂ, അല്ലാതെ നോട്ടിഫിക്കേഷൻ എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് വേഗം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ അപ്പോൾ നാളികേരം ചിരകാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇതിനുള്ളിൽ കുത്തിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ നോക്കി കുത്തിക്കുന്നത് ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ പുട്ടുണ്ടാക്കുന്ന വലിയ ജോലിയൊന്നുമല്ല അല്ലേ, അത് കുക്കിങ്ങായിട്ട് കൂട്ടുകയും ചെയ്യാം. എന്നാലും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഇടുന്നു മാത്രം കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ സാമ്പാറിൻ്റെ ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതും കൂടി കാണിക്കാൻ ഭയങ്കര ലെങ്തോ ഈ വീഡിയോ. അതുകൊണ്ട് കുറച്ചുകൂടി വേണം നമുക്ക് ചേർക്കാം.
ഈ ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ അതേപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള അജ്മീൻ്റെ പുട്ടും പൊടി അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്ത് അതിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് ഒരു നല്ലൊരു പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് ഈ മാവ് നമുക്ക് എന്ത് ചെയ്യാം, മാവല്ല ഈ ഒരു പൊടി നമുക്ക് നേരെ അങ്ങോട്ട് കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ലേശം പുട്ടും പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, അതിൻ്റെ മേലെ നടുവിൽ തേങ്ങ ഇട്ട് കൊടുക്കുക, എന്നിട്ട് പുട്ടും പൊടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഏറ്റവും മേലെ അവസാനമായിട്ട് കുറച്ചും കൂടി നാളികേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എന്താ പറയുക, ആവി പോരട്ടെ, ആവി വരട്ടെ, ആവി വന്നു കഴിഞ്ഞു. എന്നിട്ട് നമുക്കിത് അങ്ങനെ കുത്തുക കേട്ടോ. കുത്തി മാറ്റി വെക്കുക. എന്നിട്ട് ചൂട് ചായ കൂടി എങ്ങനെ ഉണ്ടാവും, അടിപൊളി കട്ടൻ ചായയും കൂടി എങ്ങനെ ഉണ്ടാവും, സൂപ്പറാവും അല്ലേ. അത് നമുക്കിതിൻ്റെ കൂടെ കുറച്ചും കൂടി കറി ഒഴിച്ച് കൊടുത്താലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ കറിയും കൂടി പുട്ടും കൂടി കഴിച്ചാൽ സൂപ്പറാവും കേട്ടോ. അപാര ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും സാമ്പാറും കൂടി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കലക്കി പൊളിച്ചടക്കി. ഓക്കെ, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ വോയിസിൽ ചെറിയൊരു പ്രശ്നം പോലെ ഫീൽ ചെയ്യുന്നത്. ഞാൻ കൊലായിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാം കേട്ടോ അങ്ങോട്ട്. ഓക്കെ, ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതേപോലെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിന് മാക്സിമം ഒന്ന് ഈ ഒരു സെക്കൻഡ് ചാനലിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നര ഇൻസ്റ്റാഗ്രാമോട് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇൻസ്റ്റ ഐ ഡി അത് തന്നെയാണ് കേട്ടോ, BD ടിപ്സ് Anjitha. പ്ലീസ് ഫോളോ, ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബർ ആവാൻ മറക്കരുത്. എൻ്റെ ചങ്ക് ഫാമിലിക്ക് വേഗം വന്നോളൂ കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും തീർച്ചയായിട്ടും